തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി പ്രധാന നേതാക്കളെല്ലാം കളത്തിലിറങ്ങുന്നു. എറണാകുളത്ത് പ്രചാരണത്തിനായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP എത്തി. ഇന്ന് രാവിലെ ഫോർട്ട് കൊച്ചിയിൽ വീടുകൾ കയറിയിറങ്ങി KC വേണുഗോപാൽ പ്രചാരണത്തിനൊപ്പം ചേർന്നു. ഇന്ന് എറണാകുളത്ത് വിവിധയിടങ്ങളിലെ പരിപാടികളിലും KC പങ്കെടുക്കും. ഇന്നലെ രമേശ് ചെന്നിത്തലയും പ്രചാരണത്തിന് എറണാകുളത്തെത്തിയിരുന്നു. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന്. ലിഡിയ, അങ്ങനെ പ്രധാനപ്പെട്ട UDF നേതാക്കളൊക്കെ തന്നെ കൊച്ചിയിൽ പ്രചാരണത്തിൽ സജീവമാകുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ രമേശ് ചെന്നിത്തലയായിരുന്നുവെങ്കിൽ ഇന്ന് KC വേണുഗോപാലാണ്. സ്വാഭാവികമായിട്ടും പ്രചാരണമൊക്കെ പൊടിപൊടിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ KC വേണുഗോപാൽ എവിടെയൊക്കെയാണ് പ്രചാരണത്തിന് എത്തുന്നത്? അപ്പം LDF എങ്ങനെയാണ്, സജീവമായി തന്നെ നിൽക്കുന്നില്ലേ? ജിൽസി, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത് നിൽക്കുമ്പോൾ, അതായത് വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമേ ഇനി പ്രചാരണത്തിലായുള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നണികൾ എല്ലാവരും തന്നെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളെ എല്ലാവരെയും കൊണ്ടുവന്നുകൊണ്ടുള്ള, കളത്തിലിറക്കിക്കൊണ്ടുള്ള പ്രചാരണമാണ് പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ നിലവിൽ നടക്കുന്നത്. അതായത് ഇന്നലെ രമേശ് ചെന്നിത്തല UDFന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. ഇന്നലെ എറണാകുളം പച്ചാളം ഭാഗത്ത് രമേശ് ചെന്നിത്തല വീടുകളൊക്കെ കയറിയിറങ്ങി UDF സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. മാത്രമല്ല ഇന്ന് രാവിലെ KC വേണുഗോപാൽ ഫോർട്ട് കൊച്ചിയിൽ രാവിലെ വന്ന പ്രചാരണത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൈനി മാത്യുവിനൊപ്പം ചേർന്നു. വീടുകളിലൊക്കെ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രചാരണം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഈ മറ്റുള്ള ആളുകൾക്കൊപ്പം, ജനങ്ങൾക്കൊപ്പം നടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ രീതി കൂടി കോൺഗ്രസ് നോക്കുന്നുണ്ട്. മാത്രമല്ല ശശി തരൂർ അടക്കം, ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ ഇന്ന് ജില്ലയിലുണ്ട്. പ്രചാരണത്തിനൊപ്പം, UDFന്റെ പ്രചാരണത്തിനൊപ്പം ചേരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ പ്രചാരണം കഴിഞ്ഞത് ചിരട്ടപ്പറമ്പും കളത്തിപ്പറമ്പിലുമാണ് രാവിലെ പ്രചാരണം കഴിഞ്ഞത്. ഇനിയിപ്പോൾ കുടുംബ സംഗമങ്ങളുണ്ട്, UDFന്റെ ഭാഗത്തു നിന്നുള്ള കുടുംബ സംഗമങ്ങളുണ്ട്. ഒപ്പം DCCയിൽ ഈ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം കൂടി നടക്കുന്നുണ്ട്. മറ്റ് പൊതുപരിപാടികളുണ്ട്. അവിടെയൊക്കെ പ്രധാനപ്പെട്ട വിഷയവും ഇതുപോലെ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും, അത് തന്നെയായിരിക്കും ചർച്ചയാവുക എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ പോലും അതിൽ പ്രചാരണത്തെ അത് ഒരു തരത്തിലും ബാധിക്കരുത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. അതോടൊപ്പം തന്നെ LDFിലും വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്ന് മറൈൻ ഡ്രൈവിൽ പ്രസംഗിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ പ്രധാന നേതാക്കളെ എല്ലാം കളത്തിലിറക്കിക്കൊണ്ടാണ് രണ്ടാം ഘട്ട പ്രചാരണം നടക്കുന്നത്. നിലവിൽ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ജില്ലയിലുണ്ട്. എല്ലാവരും പ്രചാരണത്തിന്റെ തിരക്കിൽ തന്നെയാണ്. പ്രചാരണം അത്തരത്തിൽ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇത്തരത്തിൽ എല്ലാ സ്ഥലത്തും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ടും ഒപ്പം ശശി തരൂരിന്റെ ഭിന്നാഭിപ്രായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെ അതൊരു തരത്തിലും തകർത്തിട്ടില്ല എന്നാണ് അല്പം മുമ്പ് KC വേണുഗോപാൽ പറഞ്ഞത്. ഈ രാഹുലിന്റെ വിഷയത്തിൽ കോൺഗ്രസിന് രണ്ട് നിലപാടില്ല, അത് എല്ലാവരും തന്നെ ഒറ്റ നിലപാട് തന്നെയാണ് പറയുന്നത്. അതൊരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ അതൊരു തരത്തിലും ബാധിക്കില്ല എന്നുകൂടി KC വേണുഗോപാൽ അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു. മാത്രമല്ല തരൂരിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ ഒരു തരൂരിന്റെ ഭിന്നാഭിപ്രായത്തിലും ഇത്തരത്തിൽ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ തരൂരിന്റെ കാര്യത്തിൽ അതൊരു ജനാധിപത്യ സ്വഭാവമുള്ള പ്രതികരണമാണ് തരൂർ നടത്തിയത് എന്നാണ് KC വേണുഗോപാൽ അല്പസമയം മുൻപ് പറഞ്ഞത്. അതായത് കോൺഗ്രസിൽ അത്തരത്തിൽ ജനാധിപത്യപരമായി സംസാരിക്കാനുള്ള ഒരു ഇടമുണ്ട്. ആ ഒരു ഇടത്തിൽ നിന്നുകൊണ്ടാണ് തരൂർ സംസാരിച്ചത്. അത് കാര്യമാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. തരൂരിനെ ആ ഒരു ഭാഗം കേട്ടതായി നടിക്കുന്നില്ല, അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു രീതിയിലേക്ക്, അത് വലിയ കാര്യമാക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഒരു നിലപാടെടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകുമ്പോഴും വിവിധ ഇടങ്ങളിൽ പ്രചാരണം ശക്തമാവുകയാണ്.